നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബ ഭീകരവാദി അബൂ ഖത്തൽ പാകിസ്ഥാനിൽ വെടിയേറ്റു മരിച്ചു. ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. സംഭവത്തിന് പിന്നിൽ ആരാണ് എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പാകിസ്ഥാനിലെങ്ങും അജ്ഞാതൻ ഭീതി പരത്തുക തന്നെയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 1 ഡസനിലേറെ ഭീകരരാണ്. കൊന്നതാരാണെന്നോ കൊല്ലിച്ചതാരാണെന്നോ ആർക്കും അറിയില്ല. ബൈക്കിലെത്തി ഭീകരരെ കൊന്ന് കാണാമറയത്തേക്ക് പോകുന്ന അജ്ഞാത ഹീറോ ഉണ്ട് എന്ന് 2 വർഷം മുമ്പ് മുതൽ പറയുന്നുണ്ട്. സംഭവം എന്തായാലും പാക് ഭീകര സംഘടനകളെ ഭയം പിടിമുറുക്കി കഴിഞ്ഞു. ഒരു കാലത്ത് ഒസാമ ബിൻ ലാദൻ അടക്കം ലോകത്തെ ഭീകരരുടെയെല്ലാം സുരക്ഷിത കേന്ദ്രമായിരുന്ന പാകിസ്ഥാൻ ഇന്ന് ഭീകരരുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആരായിരിക്കും ഈ അജ്ഞാത കൊലയാളി? ഒരാളാണോ അതോ പലരുണ്ടോ? ചർച്ചകൾ ലോകമെങ്ങും സജീവമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഏക കാര്യം കൊല്ലപ്പെട്ടവരെല്ലാം ഭാരതത്തിൻ്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉള്ളവരാണ് എന്നത് മാത്രം. ഭാരതത്തിൻ്റെ ചാരസംഘടനയായ റോ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. മിലിറ്ററി ഇൻ്റലിജൻസും റോയും ചേർന്ന് പാകിസ്ഥാനിൽ ശുദ്ധീകരണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ജമ്മു കാശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഖത്തൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായിയായിരുന്നു ഖത്തൽ. ഹാഫിസ് സയ്യിദാണ് ലഷ്കർ ഇ തോയ്ബ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചത്. ഭീകര സംഘടനയുടെ മുഖ്യ പ്രവർത്തകനായിരുന്ന അബൂ ഖത്തൽ ജമ്മു കാശ്മീരിൽ ഒട്ടേറെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിനു പിന്നിലെ മുഖ്യ സൂത്രധാരനാണ്. ഹാഫിസ് സയ്യിദാണ് ലഷ്കർ എ തായിബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചതും. ജമ്മു കാശ്മീരിലെ ശിവഗോരി സന്ദർശിക്കാനെത്തിയ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ സൂത്രധാരനും ഖത്തൽ തന്നെയായിരുന്നു. 2024 ജൂൺ 9 റാസി ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ഭീകരസംഘം വെടിയുതിർക്കുകയും തുടർന്ന് ബസ് മലയിടുക്കിലേക്ക് മറിയുകയും ചെയ്തിരുന്നു. 2 വയസ്സുള്ള ഒരു കുഞ്ഞടക്കം 9 പേരാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. 41 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആകെ 10 പേർക്കാണ് ഭീകരരുടെ വെടിയേറ്റിരുന്നത്. സിയാഉർ റഹ്മാൻ എന്നാണ് അബൂ ഖത്തലിന്റെ യഥാർത്ഥ പേര്. ശനിയാഴ്ച വൈകിട്ട് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ഝലം പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോഴായിരുന്നു അജ്ഞാതരുടെ ആക്രമണം ഉണ്ടായത്. അക്രമികൾ 15 മുതൽ 20 വരെ റൗണ്ട് വെടിയുതിർത്തു. അബൂ ഖത്തലും ഒരു സുരക്ഷാ ജീവനക്കാരനും സംഭവസ്ഥലത്തു തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. മറ്റൊരു സുരക്ഷാ ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണത്തിലായിരുന്നു അബൂ ഖത്തൽ. ലഷ്കർ എ തായിബ ഭീകരരെയും സാധാരണ വേഷത്തിലുള്ള പാക് സൈനികരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു. ഝലം പ്രദേശത്തെ ദിന പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സീനത്ത് ഹോട്ടലിന് സമീപമാണ് ആക്രമണം നടന്നത്. അബൂ ഖത്തലിന്റെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ അജ്ഞാതരായ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു. 2023 ജനുവരി 1 മുതൽ 2 വരെ നടന്ന രാജസ്ഥാനിലെ രജൌരി ആക്രമണത്തിലും ഖത്തലിന് പങ്കുണ്ട്. 2 കുട്ടികളടക്കം 7 പേരാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. കൂടാതെ സംഭവത്തിൽ 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2023 ജനുവരി 1 നടന്ന രജൌരി ആക്രമണം സംബന്ധിച്ച ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ അബൂ ഖത്തലും ഉൾപ്പെട്ടിരുന്നു. ലഷ്കർ ഇ തോയ്ബയുടെ 3 ഭീകരർ ഉൾപ്പെടെ 5 പേരായിരുന്നു സംഭവത്തിൽ പ്രതികളായി ഉണ്ടായിരുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉണ്ടായിരുന്ന ഭീകരവാദി തന്നെയാണ് ഖത്തൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായി കൂടിയാണ് അബൂ ഖത്തൽ. 2023 രജൌരി ആക്രമണത്തിൽ അബൂ ഖത്തലിന് പങ്കുണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. NIA അന്വേഷണപ്രകാരം ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ എ തായിബ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനും അബൂ ഖത്തൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. 2023 ഏപ്രിൽ 20 നടന്ന ദുരിയ ഭീകരാക്രമണത്തിലും ഖത്തലിന് പങ്കുണ്ടായിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെടുകയും മൃതദേഹങ്ങൾ വികൃതമാക്കപ്പെടുകയും ചെയ്തു. ജമ്മു കാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ അബൂ ഖത്തലിന്റെ പങ്കിനെക്കുറിച്ച് സൈന്യം ഉൾപ്പെടെ ഒട്ടേറെ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞയാഴ്ച കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ സഹായിച്ച മതപണ്ഡിതനും പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു.
കഴിഞ്ഞ 2 വർഷങ്ങളിലായി പാകിസ്ഥാന്റെ വിവിധയിടങ്ങളിൽ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളായ ഭീകരർ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തെക്കൻ തുറമുഖ നഗരമായ കറാച്ചിയിലും സൈനിക കേന്ദ്രമായ റാവൽപിണ്ടിയിലും തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലുമെല്ലാം ഭീകരർ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലഷ്കർ ഇ തായിബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ കമാൻഡർമാരും ഖാലിസ്ഥാനി ഭീകരരുമെല്ലാം കൊല്ലപ്പെട്ടവരിലുണ്ട്. 2021 ഫാഹിസ് സെയ്ദിന്റെ ലാഹോറിലെ വസതിക്ക് മുന്നിലെ സ്ഫോടനത്തോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. നവംബറിൽ മാത്രം 3 ലഷ്കർ ജെയ്ഷെ ഭീകരരാണ് വെടിയേറ്റു മരിച്ചത്. ലഷ്കർ തലവൻ മൗലാന മസൂദ് അസറിന്റെ അടുത്ത അനുയായി അടക്കം ശത്രു രാജ്യമാണ് പിന്നിലെന്ന ഒറ്റവരി വിശദീകരണത്തിലാണ് മിക്ക കൊലപാതകങ്ങളുടെയും അന്വേഷണം അവസാനിച്ചിട്ടുള്ളത്. അയൽ രാജ്യത്തെ ചാരസംഘടന പാകിസ്ഥാനിലെ പ്രാദേശിക കൊലയാളികൾക്ക് പണം നൽകി ഭീകര നേതാക്കളെ കൊലപ്പെടുത്തുകയാണ് എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചവരും ഉണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. ഭാരതത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഭീകരരുടെ പേരുവിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. വർഷങ്ങളായി ഇതിന്മേൽ യാതൊരു നടപടിയും എടുക്കാതെ ഭീകരന്മാർക്ക് സുരക്ഷ ഒരുക്കിയതാണ് പാകിസ്ഥാന്റെ ചരിത്രം. ഭാരതം കൈമാറിയ പട്ടികയിലുള്ളവരാണ് ഇപ്പോൾ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നത്. ഭീകരവാദത്തെ നേരിടാനായി വൻതോതിൽ അന്താരാഷ്ട്ര പണം വാങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കൂടുതൽ പണം ലഭിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പാക് ഏജൻസികൾ തന്നെയാണ് ഭീകരരെ കൊലപ്പെടുത്തുന്നത് എന്ന സംശയവും ഉയരാറുണ്ട്. ഇതിനു മുൻപ് നവംബർ 13 നവംബർ 13 കറാച്ചിയിൽ കൊല്ലപ്പെട്ടത് ജെയ്ഷെ നേതാവ് മൗലാന റഹീമുള്ള താരിഖാണ്. ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ് ചുമതലയുള്ള അക്രം ഖാൻ ഖൈബർ പക്വാനയിലെ ബജൌർ ജില്ലയിൽ വെച്ചാണ് നവംബർ 9 വെടിയേറ്റു മരിച്ചത്. കാശ്മീരിലെ ജൻജുവാൻ ആർമി ക്യാമ്പിൽ 2018 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരിയായിരുന്ന ഖൗജ ഷഹീദ് നവംബർ 5 കൊല്ലപ്പെട്ടിരുന്നു. ഇയാളുടെ തല വെട്ടിമാറ്റിയ മൃതദേഹം നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് അധീന കാശ്മീരിൽ നിന്നാണ് അന്ന് ലഭിച്ചത്. 2016 പത്താൻകോട്ട ആക്രമണത്തിന്റെ സൂത്രധാരനായ ജെയ്ഷെ നേതാവ് ഷാഹിദ് ലത്തീഫ് സിയാൽകോട്ടയിൽ വെച്ച് വെടിയേറ്റു മരിച്ചിരുന്നു. ഇയാൾക്കൊപ്പം മറ്റൊരു ഭീകരനും വെടിയേറ്റു മരിച്ചു. ധാങ്കരി ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിം പാക് അധീന കാശ്മീരിലെ പള്ളിക്കുള്ളിലാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു കിടന്നത്. ലഷ്കർ കമാൻഡർ മൗലാന സിയൂർ റഹ്മാൻ കറാച്ചിയിൽ കൊല്ലപ്പെട്ടിരുന്നു. ലഷ്കറിന്റെ തന്നെ മറ്റൊരു കമാൻഡറായിരുന്ന മുഫ്തി ഖാസർ കറാച്ചിയിലെ തന്നെ സൊറാബ് ഗോത്തിൽ വെച്ച് വെടിയേറ്റു മരിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഉദ്ദവ നേതാവ് മുല്ല സർദാർ ഹുസൈൻ അറേൽ സിന്ധിലെ നവാബ്ഷാ ജില്ലയിൽ വെടിയേറ്റു കൊല്ലപ്പെട്ടിരുന്നു. ഖാലിസ്ഥാനി കമാൻഡോ ഫോഴ്സ് നേതാവ് പരംജിത് സിംഗ് പഞ്ച്വാർ ലാഹോറിലെ ജോഹർ നഗരത്തിൽ വെച്ചാണ് വെടിയേറ്റു കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ വീണ്ടും റാവൽപിണ്ടിയിൽ വെച്ച് ഹിസ്ബുൾ ഭീകരൻ ബഷീർ അഹമ്മദ് പിറും ഖൈബർ ജില്ലയിൽ ഭീകരനായ സയ്യിദ് നൂറും കൊല്ലപ്പെട്ടിരുന്നു. കറാച്ചിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് അൽബദർ മുജാഹിദ്ദീൻ നേതാവ് സയ്യിദ് ഖാലിദ് റാസയാണ്. അതുപോലെ തന്നെ ഇതിനു മുൻപും ജെയ്ഷെ കമാൻഡർ മിസ്ത്രി സഹൂർ ഇബ്രാഹിം അജ്ഞാതന്റെ വെടിയേറ്റാണ് മരണപ്പെട്ടത്. 1999 കാഠ്മണ്ഡു ഡൽഹി വിമാനം റാഞ്ചിയ 5 ഭീകരരിൽ ഏറ്റവും ക്രൂരൻ എന്ന് വിശേഷിപ്പിക്കട്ടയാളായിരുന്നു മിസ്ത്രി. ഇങ്ങനെ കൊല്ലപ്പെട്ടവരെല്ലാവരും തന്നെ ഇന്ത്യ തേടുന്ന, ഭാരതം തേടുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിലുള്ളവരാണ്. അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല. അജ്ഞാതന്റെ വെടിയേറ്റു മരിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംശയം വളരെ കാര്യമായി തന്നെ എല്ലായിടത്തുനിന്നും ഉയരുന്നുണ്ട്. അബൂ ഖത്തലിന്റെ മരണത്തിന് പിന്നിലും റോയെ സംശയിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാം തന്നെ സംശയം മാത്രമായി അവശേഷിക്കുന്നു. ഏതായാലും ഭാരതത്തിൻ്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിൽപ്പെട്ടവരെല്ലാവരും തന്നെ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്.